ഹായ് ഗായ്സ്. എന്തോ പറയാൻ ഇന്നത്തെ മാച്ചിനെ പറ്റി. ഇന്നത്തെ കളി ജയിച്ചിരുന്നെങ്കിൽ ആക്ച്വലി നമുക്ക് സി എസ് കെക്ക് ഉറപ്പായിട്ട് പ്ലേ ഓഫ്സിലേക്ക് കയറാനുള്ള ചാൻസ് ആയിരുന്നു. അത് മാത്രമല്ല, തോക്കുകയും ചെയ്തു. നല്ല രീതി 10-20 ബോൾ ബാക്കിയൊക്കെ അവർ അടിച്ചെടുത്ത് ജയിക്കുകയും ചെയ്തു. തുടക്കം തൊട്ട് പറയുകയാണെങ്കിൽ ഓക്കെ, ഇപ്പോൾ ആദ്യത്തെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ബോൾ സ്വിങ് ചെയ്യുന്നുണ്ടായിരുന്നു, ബോൾ ബൗൺസ് ഉണ്ടായിരുന്നു. സഞ്ജു ഒക്കെ എത്ര നോക്കിയിട്ടും ഷോട്ട് അടിക്കാൻ പറ്റുന്നില്ല. 20 ബോളെ 20 റൺസ്. ഋതുരാജ് പിന്നെ കിട്ടിയില്ലെങ്കിൽ അപ്പോൾ ഔട്ടായി പോകുന്നൊരു രീതിയിലേക്കാണ്. പിന്നെ കാർത്തിക് ശർമ്മ കളിച്ചെന്ന് പറയാം. അദ്ദേഹം 71 റൺസ് എടുത്തു. പക്ഷേ 19-35 ബോളിലാണ് 50 എടുത്തത്. അദ്ദേഹം ഇതുവരെ കളിച്ച കളിയിൽ ഇച്ചിരി സ്ട്രൈക്ക് റേറ്റ് ഒരു 169 ഇപ്പോഴാണ് എനിക്ക് തോന്നുന്നത് ഒരുവിധം മെച്ചപ്പെട്ട് വന്നത്. ബാക്കിയെല്ലാം കളിയിൽ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം കഴിഞ്ഞ കളി ജയിച്ച കളിയിൽ സഞ്ജുവിൻ്റെ കൂടെ നിന്ന് തൊട്ടി ഒരു 160 റൺസുള്ള കളികളൊക്കെ ഒരു 100 സ്ട്രൈക്ക് റേറ്റിലൊക്കെ പോകുന്നു. ഇതിപ്പം 30-35 ബോളെ 50 എടുത്തിട്ട് ഒരു കൊടുക്കത്തെ ഷോയും 50 എടുത്തിട്ടുള്ള ഷോ ഒന്നും പറയാതിരിക്കുന്നത് നല്ലത്. അത് കഴിഞ്ഞിട്ട് ഏതായാലും അടിച്ചു തൂക്കി ഒരു 187. അതൊരു പാർ സ്കോറാന്ന് നമുക്ക് തോന്നും. കാരണം അവന്മാർ കളിച്ച രീതി, മാർഷൊക്കെ വെട്ടിക്കെട്ട് ബാറ്റിങ്, 90 റൺസൊക്കെ ആ ഒരു സെഞ്ചുറി അടിക്കേണ്ടതാണ്. ആ റണ്ണൗട്ട് എന്തോ ആണോ, അല്ലെങ്കിൽ സെഞ്ചുറി അടിച്ച് പോകേണ്ട ഒരു സൂപ്പർ കളി. പിന്നെ ഇംഗ്ലീഷും പിന്നെ നിക്കോളാസ് പൂറനും എല്ലാം വന്ന് കളിച്ച് സൂപ്പറായിട്ട് കളി അങ്ങ് ജയിപ്പിച്ചുകൊണ്ട് 20 ബോൾ ബാക്കി. അതുകൊണ്ട് തന്നെ എന്തുവാ, ഇപ്പോൾ 5ാം സ്ഥാനത്തിരുന്ന സി എസ് കെ നേരെ 6ാം സ്ഥാനത്തോട്ട് പോയി. ഇനി RR ഇപ്പോൾ ഫ്രണ്ടിലോട്ട് കയറിയിട്ടുണ്ട് 5ാം സ്ഥാനത്ത്. ഇനി അടുത്ത 2 കളി അറിയാമല്ലോ, SRHനും എതിരെയാണ്, പിന്നെ GTക്കെതിരെ. GT ആണ് 2ാമത്തെ ടീം, SRH ആണ് 3ാമത്തെ ടീം. SRH ഓക്കെ, കഴിഞ്ഞ കളികളിലൊക്കെ ഇതൊന്ന് ആണെങ്കിൽ പോലും SRH ഒക്കെ കിട്ടുക്കൻ ടീമാണ്, തിരിച്ച് വരിക തന്നെ ചെയ്യും, ഉറപ്പാണ്. അപ്പം പക്ഷേ പറയാൻ പറ്റത്തില്ല, കളി IPL ആണ്. ഇന്ന് കളിച്ചവർ നാളെ കളിക്കത്തില്ല, നാളെ കളിച്ചവർ സുഖമായിട്ട് ജയിക്കും. പിന്നെ നമ്മുടെ സഞ്ജു മോനൊക്കെ കളിച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് ജയിക്കാവുന്ന കാര്യമുള്ളൂ. എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, കമൻറ്റ് ചെയ്യുക.